എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ ബദരീങ്ങളെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട്, ബദരീങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ആ ബദരീങ്ങളുടെ ചരിത്രം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ വർഷവും റമദാൻ 17 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ബദർ ദിനത്തെ കുറിച്ച് പറയുകയും അവരെ അനുസ്മരിക്കുകയും അവരുടെ മദ്ഹുകൾ പറയുകയും നമ്മളൊക്കെ ചെയ്യാറുണ്ട്? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിജറ 2-ാം വർഷം നടന്ന ബദർ യുദ്ധം, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ അവസാനം വരുന്ന മുസ്ലിമീങ്ങൾക്ക് പഠിക്കുവാനുള്ള ചില പാഠങ്ങളും ചില ഗുണപാഠങ്ങളും ചില മുന്നറിയിപ്പുകളും ആ ബദർ ദിനം എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ബദർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം? എന്താ? വെറുതെ ഇങ്ങനെ ബദർ ദിനം വരുമ്പോ ബദർ മൗലിദ് ഓതി അല്ലെങ്കിൽ മജ്‌ലിസുൻ നൂർ ഓതി ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചാ പോരാ. ഈ ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങൾ എന്താ? ആ ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന മുന്നറിയിപ്പുകൾ എന്താണ്? പടച്ചവനെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളെ ബദരീങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയുമോ? ആ ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് പരീക്ഷണത്തിലും പടച്ചവനെ നീ പതറരുത്, നീ പരാജയപ്പെട്ടു പോകരുത്. ആ ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ചരിത്രം അതാണ്, ഒന്നാമത്തെ പാഠമാണ്. ഏത് പരീക്ഷണങ്ങളിലും നീ ഭയന്നു പോകരുത്, നീ പതറിപ്പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വീണ്ടും ഒരു ബദർ ദിനത്തെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചവനെ 313 പേരടങ്ങുന്ന ബദരീങ്ങൾ എന്ന് പറയുന്ന സ്വഹാബത്തുണ്ടല്ലോ, അവരുടെ ചരിത്രങ്ങളെ ഞാനും നിങ്ങളും വായിച്ചു നോക്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അബൂജഹലും തന്റെ അനുയായികളും പയറ്റിയ അതേ വഴി തന്നെയാണ് 22ലും ഇന്ന് ജനങ്ങൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമിനെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്, ഒരുപാട് തന്ത്രങ്ങൾ മെനിയുകയാണ്. അബൂജഹലും തന്റെ അനുയായികളും പയറ്റിയതുപോലെ സമ്പത്ത് തകർക്കുന്നു, അധികാരമില്ലാതാക്കുന്നു, നിയമകുരുക്കുകളിൽ പെടുത്തുന്നു. അവിടെ നിന്ന് പടച്ചവനെ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയാണ്, കൊല്ലുകയാണ്. 6-ാം നൂറ്റാണ്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അബൂജഹലും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ പ്രവാചകനോടും സ്വഹാബത്തിനോടും അവരിങ്ങനെ തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ, വല്ലാത്ത ത്യാഗമായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്ന സ്വഹാബത്തുണ്ടല്ലോ, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്താണ്? അവർ അനുഭവിക്കേണ്ടി വന്ന വല്ലാത്ത ത്യാഗങ്ങൾ എന്താണ്? അവരനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ചതിന്റെ 4-1 പോലും ഞാനും നിങ്ങളും അനുഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഏത് പീഡനങ്ങളും ഏത് ത്യാഗങ്ങളും ഏത് ഭീഷണികളും എന്തെല്ലാം നമ്മുടെ നേരിലേക്ക് കടന്നു വന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം, നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് അനുഭവിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും എന്തെന്ന് നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തുണ്ടല്ലോ, മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, അതാ യുബത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവിടുന്ന് പടച്ചവനെ പറയുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അതാ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ, ക്രൂരമായ
പീഡനങ്ങളാണ് സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരിടേണ്ടി വന്നത്. എന്താണ് വിളിച്ചു പറയുന്നതെന്ന് പോലും സുഹൈബ് തങ്ങൾക്ക് അറിയുന്നില്ല. ബോധം നഷ്ടപ്പെട്ടു പോയവരെ പോലെ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. കാരണം അത്രയും ഭയാനകമായ പീഡനമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അനുഭവിക്കേണ്ടി വന്ന പീഡനം എന്തെന്നറിയുമോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ അനുഭവിച്ച വേദന എന്തെന്നറിയുമോ? പടച്ചവനെ അറിയാ, സീറ്റുള്ളവർക്കറിയാ, അത് പടച്ചവനെ പുകക്കിട്ട് ഉണക്കുമല്ലോ. ഇതുപോലെ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഈന്തപ്പന മരത്തിന്റെ പോലെയും മടലുകളും ഇട്ട് ഇങ്ങനെ പുകയ്ക്കുകയാണ്, അതിട്ട് തീ കത്തിക്കുകയാണ്. അതിന്റെ മുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ആ പുകയ്ക്കുന്ന പുകയ്ക്കകത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പുകയ്ക്കുകയാണ്. വല്ലാത്ത പീഡനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ പടച്ചവനെ തന്റെ കഴുത്തിലെ ചങ്ങലയിട്ടിട്ട് തെരുവോരങ്ങളിലൂടെ വലിച്ചടച്ചുകൊണ്ട് നടക്കുകയാണ്. പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തില് മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് റബ്ബേ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അനുഭവിക്കേണ്ടി വന്നത്. മഹാനായ സയ്യിദുനാ ഉമയ്യ റളിയല്ലാഹു തആല അൻഹു, മുസ്അബിന്റെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. പടച്ചവനെ തന്റെ വീടിന്റെ അകത്ത് പട്ടിണിക്കിട്ടിട്ട് സുന്ദരനും സുമുഖനുമായിരുന്ന ഉസ്മാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായല്ലോ. അവിടത്തെ ശരീരത്തിലെ തൊലി അവിടുന്ന് കറുത്തുപോയല്ലോ. പടച്ചവനെ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു, ഹബ്ബാബ് തങ്ങളുടെ തലയിലേക്ക് പഠിപ്പിച്ച ദണ്ട് കൊണ്ടുവന്നിട്ട് റബ്ബേ, ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയപടം നടിച്ചു പൊട്ടിക്കുകയാണ്. പടച്ചവനെ, ഇല്ല, ഇതുപോലെയുള്ള പീഡനങ്ങളായിരുന്നു മഹദിയായ സമീറ ബീവി റളിയല്ലാഹു തആല അൻഹ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ വല്ലാത്തതായിരുന്നു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ വല്ലാത്തതായിരുന്നു, വളരെ ക്രൂരമായിരുന്നു. പടച്ചവനെ, ഈ പീഡനങ്ങളെല്ലാം അല്ലാഹുവേ കണ്ടവരാണ്, അനുഭവിച്ചവരാണ് ബദരീങ്ങള്. പക്ഷേ അവര് ക്ഷമിക്കാൻ തയ്യാറായി, അവരതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായി. അതുകൊണ്ട് ബദർ ദിനത്തിലേക്ക് കിടക്കുന്ന മുസ്ലിമേ, ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ആ ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്, അവര് രക്ഷപ്പെട്ടത് ഈമാനിന്റെ പവർ കൊണ്ടാണ്. ഈ പീഡനങ്ങളും ഈ ത്യാഗങ്ങളും ഈ പരീക്ഷണങ്ങളും ഈ ഭീഷണികളും അവരെ ഒന്നും പരാജയപ്പെടുത്തിയില്ല. അവര് രക്ഷപ്പെട്ടത് ഈമാനിന്റെ പവർ കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിമേ, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, വെറുതെ പട്ടിണി ഇരുന്നാ പോരാ, വെറുതെ പട്ടിണി കിടന്നാ പോരാ. നോമ്പ് കൊണ്ടൊരു പ്രയോജനമുണ്ടാകണം, നോമ്പ് കൊണ്ട് ചില നന്മകൾ പഠിക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയോ, നോമ്പ് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നോമ്പ് കൊണ്ട് നീ ക്ഷമിക്കാൻ പഠിക്കൂ, നീ ക്ഷമയുള്ളവനാകൂ, നീ ക്ഷമിക്കാൻ പഠിക്ക്. ക്ഷമയ്ക്ക് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ, നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ഒരു നന്മ, നമ്മൾ ക്ഷമയുള്ളവരാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയാൻ എളുപ്പമുള്ള വാക്കാ ക്ഷമ. പറയാൻ വളരെ എളുപ്പമാണ്, 3 അക്ഷരം. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വലിയ പാടാ. നമ്മൾ ക്ഷമയില്ലെന്ന് ആരാ പറഞ്ഞേ? ഈ നട്ടുച്ച 12 മണി അടുത്തു വരുന്ന ഈ സമയത്ത് തൊണ്ട ദാഹിച്ചിട്ട് വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാ. ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വയറ് വല്ലാത്ത പ്രയാസത്തില്. ഈ സമയത്ത് ഫുഡ് കൊണ്ടുവച്ചാൽ നമ്മൾ ആരെങ്കിലും കഴിക്കൂല. എത്ര ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവച്ചാലും ഞാനും നിങ്ങളും കഴിക്കാൻ തയ്യാറാകുന്നില്ല, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ക്ഷമയ്ക്ക് പകരം അള്ളാഹു സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം, ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസും നിങ്ങൾ എടുത്തു നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ കാണാം. മിസ്അബിന്റെ ചരിത്രം കാണാം, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കാണാം, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കാണാം, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം കാണാം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കാണാം. ഈ ചരിത്രങ്ങളൊക്കെ ഖുർആനും ഹദീസും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ഇതൊക്കെ വെച്ചിരിക്കുന്നതെന്ന്. നമ്മൾ ഇത്രയും നാളും കരുതിയിരുന്നത് ഉസ്താദന്മാര് പിരിക്കുന്നതിന് വേണ്ടിയാ ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ കരുതിയത്. ഒരിക്കലും അങ്ങനെയല്ല സഹോദര. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാൻ വേണ്ടി അല്ലാഹു ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചത്. ഇതെല്ലാം അല്ലാഹു പറഞ്ഞ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ. നമുക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കാനാ. ഇന്നത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കാനും പറയാനെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം പോകുന്നത്. അള്ളാഹു ചോദിക്കുകയും നമ്മൾ പറയുന്നത്, ഉസ്താദ് അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് ഞാനും നിങ്ങളും കഴിയുന്നത്. നമ്മുടെ മനസ്സുകൾ വേദനിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, ബദരീങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ക്ഷമിക്കാൻ പഠിക്ക്. ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും നീ ക്ഷമിക്കുന്നവനാകണം. അതായിരുന്നു ബദരീങ്ങൾ. അവർക്ക് ആ പീഡനങ്ങളും ത്യാഗങ്ങളും മുഴുവനും സഹിക്കാൻ അവർ തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അന്തിമ വിജയം കൊടുത്ത് അനുഗ്രഹിച്ചു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോ ഉസ്താദെ എല്ലാ ഭരണവും അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിമീങ്ങളെ കൊള്ളയടിക്കുന്നു, മുസ്ലിമിന്റെ കടകൾ കത്തിക്കുന്നു, മുസ്ലിമിനെ ആട്ടിയോടിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു ഭയം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭയമുണ്ട്. അങ്ങനെ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം, ശത്രുക്കളുടെ വലുപ്പവും സ്വാധീനവും കണ്ട് നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ശത്രുക്കളുടെ വലുപ്പവും അവരുടെ സ്വാധീനവും കണ്ടിട്ട് മുസ്ലിം പേടിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ സഹാബത്തിന്റെ എണ്ണം 313 സ്വഹാബത്താണ് ഉണ്ടായിരുന്നത്. 3 കുതിര. എണ്ണിക്കോ, ബദരീങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുമ്പോ ആ 313 സ്വഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് 3 കുതിര, 7 ഒട്ടകങ്ങൾ, ഒടിഞ്ഞ വാള്, തുരുമ്പിച്ച പരിച. നിങ്ങൾ എണ്ണ്. മുസ്ലിമീങ്ങൾ 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോ 3 കുതിരകളും 7 ഒട്ടകങ്ങളും മാത്രമുള്ള ഒരു ചെറിയ സംഘമായിരുന്നു അൽഹംദുലില്ലാഹ് സ്വഹാബത്തിന്റെ സംഘം. എതിർഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന ശത്രുക്കളാണെങ്കിലോ 1000-ൽ പരം വരുന്ന യോദ്ധാക്കൾ, 100 കുതിരകൾ, 700 ഒട്ടകങ്ങൾ, കൂടാതെ കള്ളും പെണ്ണും പാട്ടുകാരും. നിങ്ങൾ ആലോചിക്ക്. 1000-ഓളം വരുന്ന ആരോഗ്യവാന്മാരായ ശത്രുക്കൾ, 100 കുതിരകളും 700
700 ഒട്ടകങ്ങളുമായിട്ട് ശത്രുപക്ഷം വല്ലാത്ത ഇതിനെക്കാളും എത്രയോ ഇരട്ടിയായിരുന്നു ശത്രുക്കൾ. എന്നിട്ടും എന്തേ സംഭവിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്തു ഫിഅത്തൻ കസീറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഉസ്താദേ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളും അവരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയും നിയമസഭയും ഒക്കെ അവരുടെ കൈപുള്ളിലേക്ക് വരാൻ പോകുന്നു. ഏക സിവിൽ കോഡ് അവർ നടത്തും, പൗരത്വ ബില്ല് പാസ്സാക്കും, നമ്മളെയൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിപ്പം കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഭയന്നുകൊണ്ടിരിക്കുകയാ. നമ്മൾ അവരുടെ വലിപ്പം നോക്കിയിട്ട് ഭയന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹു പറയുന്നത് എന്തെന്നറിയുമോ? എന്തെല്ലാം നിയമങ്ങൾ പാസാക്കിയാലും, ആരൊക്കെ മുസ്ലിമിനെതിരെ എന്തൊക്കെ പീഡനങ്ങൾ നടത്തിയാലും, അപവാദങ്ങളും പരിഹാസങ്ങളും നടത്തിയാലും, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ വലുപ്പവും അവന്റെ സ്വാധീനവും അവന്റെ പവറും കണ്ടിട്ട് ഭയപ്പെടുന്ന മുസ്ലിമിനോട് അക്രമങ്ങളും കലാപങ്ങളും അടിച്ചുവിട്ടുകൊണ്ട് മുസ്ലിമീങ്ങളെ പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ കൊല്ലുന്ന വീഡിയോകളെടുത്ത് ഷെയർ ചെയ്യുന്നവരുണ്ടല്ലോ. പടച്ചവനെ, പള്ളികൾ തീയിടുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ കടകളെ കത്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ മുഴുവനും നമുക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളെ വല്ലാത്ത പീഡനമാണ്. ബൈത്തുൽ മുഖദ്ദസിലെ പടച്ചവനെ, എല്ലാ വർഷവും റമളാൻ കടന്നു വരുമ്പോൾ കൂട്ടക്കുരുതി നടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ പീഡനങ്ങൾ നടക്കുമ്പോ വീടിനകത്തിരുന്നു കൊണ്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പറഞ്ഞുകൊണ്ട് ഭയക്കുന്ന മുസ്ലിമേ, അല്ലാഹു പറയുന്നു, വലാ തഹ്സനൂ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. അല്ലാഹു പറയുകയാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് വലിയഅലമ അല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ. പടച്ചവരെ, മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വീഡിയോ കാണുമ്പോ ഭയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്തെന്നറിയോ? അങ്ങനെ കലാപങ്ങളിൽ മരണപ്പെട്ടു പോകുന്നവർ, അവിടെ നിന്ന് ആക്രമിക്കപ്പെട്ട് കൊല്ലുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു ശുഹദാഇന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കും വേണ്ടതെന്തെന്നറിയുമോ? മനുഷ്യനെ പച്ചക്കിങ്ങനെ കത്തിക്കുകയാണ്, കൊല്ലുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്താനാ, എന്നെയും നിങ്ങളെയും പേടിപ്പിക്കാനാ. അതുകൊണ്ട് അല്ലാഹുവേ, ബദരീങ്ങളെ പറഞ്ഞു തരികയാണ്, 3 കുതിരകളും 7 ഒട്ടകങ്ങളും ഒടിഞ്ഞ വയറും ഒട്ടിയ വയറുമായി ആ 313 സ്വഹാബത്ത് 1000-ഓളം വരുന്ന സൈന്യത്തിന്റെ മുന്നിലേക്ക് നെഞ്ചു വിരിച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂനപക്ഷമാണ്, നമുക്ക് അധികാരമില്ല, നമുക്ക് വേണ്ടി ചോദിക്കാനും സംസാരിക്കാനും ആരുമില്ല. എങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടല്ല. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? പൗരത്വ ബില്ല് വരുന്നെന്ന് കേൾക്കുമ്പോഴേ മുട്ടിടിക്കുകയാണ്, ഏക സിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തിനാ മുസ്ലിമേ ഭയപ്പെടുന്നത്? എന്തിനാ പെങ്ങളെ ഭയപ്പെടുന്നത്? ഉസ്താദേ, നാടും വീടും പണമല്ല പോകുമല്ലോ എന്ന് കിടന്ന് കരയുന്ന പെങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിച്ചത് എന്തെന്നറിയോ? അമഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് ചോദിക്കുകയോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതിയോ? ഈ നിരന്നിരിക്കുന്നവരോട് അല്ലാഹു ചോദിക്കുകയാ, എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കുകയാ, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീയൊക്കെ കരുതിയോടാ? അല്ലാഹു പറയുകയാ ഇല്ല, അല്ലാഹു പറയുകയാ ഇല്ല. അല്ലാഹു പറയുന്നു,
പറയുന്നു ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ഇതിന്റെയൊക്കെ നാലിലൊന്നെങ്കിലും ഞാനും നിങ്ങളും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ കരിനിയമങ്ങളെ കാണുമ്പോ പേടിക്കുന്ന മുസ്ലിമേ, നീ എന്തേ വിചാരിച്ചത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ആ പ്രവാചകന്റെ സ്വഹാബത്തിനോട് പടച്ചവനെ മക്കയിലെ ഖുറൈശികൾ പറഞ്ഞത് എന്തെന്നറിയോ? നമ്മളൊക്കെ ഈ പുതിയ പുതിയ നിയമങ്ങൾ കാണുമ്പോ പേടിക്കാൻ തുടങ്ങിയിരിക്കുക. പൗരത്വ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഉസ്താദെ രേഖയൊന്നും ഇല്ലല്ലോ, പുറത്തു പോകണമല്ലോ. പുറത്തു പോകണമെങ്കിൽ പോകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് പണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ഖുറൈശികള്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹു ചോദിക്കുകയാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? എടാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? അല്ല. പണ്ട് മക്കയിൽ വെച്ച് മുസ്ലിമീങ്ങളോട് മക്കയിലെ ഖുറൈശികൾ പറഞ്ഞു, എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ വീടും സമ്പത്തും സർവ്വതും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളാഹും മുഹമ്മദും കൂടെ പൊക്കോളാം മദീനത്തേക്ക്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സ്വഹാബത്തിനോട് അവര് പറഞ്ഞെന്തെന്നറിയോ? എടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇടണം, എന്നിട്ട് നീയും നിന്റെ അള്ളാഹും മുഹമ്മദും നിങ്ങൾ 3 പേരും കൂടെ പൊക്കോളാൻ. അവരെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ഇന്നാടാ നിന്റെയൊക്കെ എനിക്കൊന്നും വേണ്ട, എനിക്ക് അള്ളാഹും നബിയും മതി. അവരെന്തേ പറഞ്ഞത്? ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് ഇസ്ലാം മതം മതി, പണവും വീടൊന്നും വേണ്ട. ഉടുതുണി ഇട്ടോണ്ടാ പോയത്, ഉട്ടിരുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും അവർക്ക് കൊടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരാണ് മുഹാജിർ, അതാണ് ഈമാൻ. എനിക്ക് ഏറ്റവും വലുത് അല്ലാഹ് ആണെന്ന് പറഞ്ഞാ പോരാ. നമ്മൾ എന്തേ പറയണത്? ആരാധനയ്ക്ക് അർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല.